വെൽക്കം ഓൾ. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ നമ്മൾ ഫുള്ള് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. നമ്മൾ ആ സെഷൻ നമ്മളിത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രോബ്ലത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് പഠിച്ചോളൂ. ക്വസ്റ്റ്യൻ പഠിക്കുക. ലേൺ ദ ക്വസ്റ്റ്യൻ. ഒരു സ്ക്വയറിൻ്റെ 4 സൈഡുകളിലും 4 ചാർജ് വെച്ചതിനെ പറ്റിയാണ് ക്വസ്റ്റ്യനിൽ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ചെറിയൊരു ഡയഗ്രം ഇവിടെ വരക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കുക. ക്വസ്റ്റ്യൻ പഠിക്കാനാണ് സമയം തരുന്നത് കേട്ടോ. പേര് ABCD ABCD. ഓക്കെ, here it is plus Q minus Q here, again plus Q here, minus Q. അതുപോലെ ആ സെൻറ്റർ ഡയഗണൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഡയഗണൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വരച്ചു. സിമിലർലി BD യും കണക്ട് ചെയ്യാം. BD. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ABCD. നൗ നമുക്കൊരു കാര്യം കൂടെ അതിൽ മാർക്ക് ചെയ്യണം. നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ? ഫൈൻഡ് ദ വർക്ക് റിക്വയർഡ് ടു പുട്ട് ടുഗദർ ദിസ് അറേഞ്ച്മെൻറ്റ്. ഈ ചാർജുകളൊക്കെയോ ഈ കോർണേഴ്സിൽ ഇതുപോലെ എത്തിക്കാൻ എത്ര വർക്ക് വേണം എന്നുള്ളത് അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ സംഭവം? എന്താ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് ദോസ് ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ റെസ്പെക്റ്റീവ് പൊസിഷൻ എന്നല്ലേ? അപ്പോൾ ഇവിടെ 4 ചാർജസ് ഉള്ളത്. അവരെ ഇൻഫിനിറ്റിന്ന് അങ്ങോട്ട് എത്തിക്കാൻ എത്ര വർക്ക് വേണം എന്നാ ചോദ്യം. എന്ന് വെച്ചാൽ സിംപ്ലി എന്താ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് 4 ചാർജ് സിസ്റ്റം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 4 ചാർജ് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? 4 ചാർജ് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ എഴുതുക. അതെന്താ? U is equal to 1/4πε0. ഞാൻ K എന്ന് കൊടുത്ത് K into ഇനി ഓൾ പോസിബിൾ പെയേഴ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. റെഡി? അപ്പോൾ എന്താ കിട്ടുക? Q1 Q2 ഡിവൈഡഡ് ബൈ R12. അപ്പോൾ നമ്മൾ ആരാ 1 2 എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഈ കോർണർ 1, ഇവിടെ നമ്മൾ 2, ഇത് 3, ഇത് 4 എന്ന് വിളിക്കാം. അപ്പോൾ Q1 Q2 ബൈ R12. ആദ്യം നമ്മൾ നേരെ ഇക്വേഷൻ എഴുതുക, ബാക്കിയൊന്നും നോക്കണ്ട. Q1 Q3 ഡയഗ്രത്തിൻ്റെ ആവശ്യമില്ല, ഇതിന് ഇക്വേഷൻ നേരിട്ട് എഴുതാം. പ്ലസ് Q1 Q4 ഡിവൈഡഡ് ബൈ R14 പ്ലസ് Q2 Q3 ഡിവൈഡഡ് ബൈ R23 പ്ലസ് Q2 Q4 ഡിവൈഡഡ് ബൈ R24 പ്ലസ് Q3 Q4 ഡിവൈഡഡ് ബൈ R34. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, സൈഡ് ലെങ്ത് D ആണ്. നോക്കൂ, ഇതൊക്കെ D ആണ്. അതുപോലെ ഡയഗണൽ അപ്പോൾ എത്ര വരിക? √2D ആണല്ലോ. √2D ദ ഫുൾ ലെങ്ത് കേട്ടോ. ഫുൾ ലെങ്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണില്ല. ഇവിടെ ഇനി സെൻറ്റർ വരെ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് മനസ്സിലല്ലോ. AC അല്ലേ? AC ഈക്വൽ ടു BC ഈക്വൽ ടു √2D. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് Kനെ K എന്ന് തന്നെ വിളിച്ചാൽ മതി. 1/4πε0 ആണ്. Q1 Q2 Q പ്ലസ് Q മൈനസ് Q. എത്ര പ്രോഡക്റ്റ് എടുക്കുക? മൈനസ് Q² ഡിവൈഡഡ് ബൈ D ഡിവൈഡഡ് ബൈ D അല്ലേ? അവരുമുള്ള സെപ്പറേഷൻ 1/4πε0 Q1 Q2 ബൈ R എന്നല്ലേ നമ്മൾ ഇക്വേഷൻ. അടുത്ത് നോക്കൂ, Q1 Q3 Q1 ഇത് Q3. അപ്പോൾ എത്ര വരിക? പ്ലസ് Q² ഡിവൈഡഡ് ബൈ D. അതായി പ്ലസ് അടുത്തത് Q1 Q4 Q1 Q4. അപ്പോൾ എന്താ കിട്ടുക? മൈനസ് Q² ഡിവൈഡഡ്. ഇവിടെ തെറ്റില്ലോ. ഇവിടെ ഇതല്ലേ വരിക? അവർ D√2 ഉണ്ടാവും. D√2 ദെൻ Q1 Q4 ഡിവൈഡഡ് ബൈ D. Q2 Q3 രണ്ട് Q² ഡിവൈഡഡ് ബൈ D. നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ അല്ലേ? Q2 മൈനസ് Q പ്ലസ് Q ആണ്. നെക്സ്റ്റ് Q2 Q4 ഓക്കെ, മൈനസ് Q² ഡിവൈഡഡ് ബൈ D√2.
ദെൻ Q3 Q4 മൈനസ് Q പ്ലസ് Q ആണ്, മൈനസ് Q² ഡിവൈഡഡ് ബൈ D, Q² ഡിവൈഡഡ് ബൈ D കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ. മൈനസോ പ്ലസോ ഒന്നും നിങ്ങൾക്ക് മാറിയിട്ടില്ല നോക്കുക. നമുക്ക് ഇതിൽ നോക്കാം. ഇവിടെ മൈനസ് Q² ബൈ D ഉണ്ട് അല്ലേ, മൈനസ് Q² ബൈ D മൈനസ് Q പ്ലസ് Q. നമുക്കൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടോ. Q1 Q2 മൈനസ് Q പ്ലസ് Q മൈനസ് തന്നെയാണ്. Q1 Q ഇത് പ്ലസ് Q ആണ്, ഡയഗണൽ റെഡിയാണ്. Q1 Q4 മൈനസ് D ആണ്, റെഡി. ദെൻ Q2 Q3 മൈനസ് D, Q2 Q4 ഇവിടെ പ്ലസ് ആണല്ലോ അല്ലേ, മൈനസ് Q പ്ലസ് Q, ഹിയർ ഇറ്റ് ഈസ് പ്ലസ്. ഓക്കെ, ദെൻ Q മൈനസ് Q പ്ലസ് Q. ശരി, കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കാം. ഇനി ഇവിടെ നമുക്ക് Q² ബൈ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഇത് 1 2 3 4 K ഇൻറ്റു 4 ഇൻറ്റു മൈനസ് Q² ഡിവൈഡഡ് ബൈ D ഉണ്ട്, പ്ലസ് 2 ഇൻറ്റു Q² ഡിവൈഡഡ് ബൈ √2D ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 6 ടേംസ് ആയി. ക്ലിയർ ആണല്ലോ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ Q² ബൈ ഡീനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2നെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2Q² ഡിവൈഡഡ് ബൈ D, K ഓൾറെഡി പുറത്തുണ്ട്, 2K എന്ന് കൊടുക്കാം. 2K Q² ബൈ D, പിന്നെ ഉള്ളിൽ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ -2, ഇവിടെ +1 അല്ല, +1 പോരാ, ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ +1 ബൈ √2. അറിയോ? ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ സോൾവ് ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. നിങ്ങളതിനെ സോൾവ് എങ്ങനെയായിരുന്നു കുഴപ്പമില്ല. അതിനിപ്പോൾ Kനെ നിങ്ങൾ 9 × 10⁹ വെച്ചിട്ട് ചെയ്തിട്ട് അപ്പോൾ ആകെ നിങ്ങൾക്ക് അൺനോൺ ക്വാണ്ടിറ്റി Q D ഉണ്ടാവുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തോ, അതിന് അപ് ടു യു, നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ അതിൽ കാൽക്കുലേറ്ററിൻ്റെ പാർട്ടാണ് ഞാനിവിടെ ബാക്കി വെച്ചിട്ടുള്ളത്, അത് നിങ്ങൾ ചെയ്യുക. അതിലെ അടുത്ത പാർട്ടാണ് ഇനി ചെയ്യേണ്ടത്. നമുക്ക് എ ചാർജ് ക്യാപിറ്റൽ Q ഈസ് ബ്രോട്ട് ടു ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ. ഇതാ ഇവിടേക്ക് ഒരു ക്യാപിറ്റൽ Q ചാർജിനെ കൊണ്ടുവന്നു. ദ 4 ചാർജസ് ബീങ് ഹെൽഡ് അറ്റ് ദ ഫിക്സ്ഡ് കോർണർ, ഹൗ മച്ച് എക്സ്ട്രാ വർക്ക് ഈസ് നീഡഡ്. ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര വർക്ക് വേണമെന്ന്. അപ്പോൾ ഇയാൾ ഇവിടെ എത്തിയില്ല കേട്ടോ. ഇവിടെ കൊണ്ടുവരാൻ എത്ര വർക്ക് വേണമെന്ന് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എവിടുന്നാണ് കൊണ്ടുവരിക? ഇൻഫിനിറ്റിന്ന്. ഓക്കെ, അവിടുന്ന് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. അത് പറയേണ്ട ആവശ്യമില്ല. ഇവരെ സ്വാധീനം ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ചാർജിനെ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ പേരെന്താ? പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്ന്. എന്താ പേര്? പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണെങ്കിൽ, സി ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ, ഞാനതിനെ പി എന്ന് വിളിക്കുക. പി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും പൊട്ടൻഷ്യൽ അറ്റ് പി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എൻ്റെ എയിം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ എയിം എന്താ? W ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് പി ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ Q ആണ്. അപ്പോൾ ക്യാപിറ്റൽ Q ഇൻറ്റു V. ആ പൊട്ടൻഷ്യൽ അറ്റ് പി കാണാം. പൊട്ടൻഷ്യൽ അറ്റ് പി കാണുമ്പോൾ നോക്കൂ, ഇവിടെ ഇയാളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇയാളെ കോൺട്രിബ്യൂഷൻ, 4 ആളെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇയാളെ മാത്രം കോൺട്രിബ്യൂഷൻ എത്ര? 1/4πε0 Q ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഇത് റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇയാളെ കോൺട്രിബ്യൂഷൻ തന്നെയല്ലേ ഇയാളതുണ്ടാകുക, പക്ഷേ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇതെന്തുണ്ടാക്കും? ഇവിടെ +Q പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, ഇയാളെന്തുണ്ടാക്കും? അത്ര തന്നെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി. ഇയാൾ വീണ്ടും പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, ഇയാൾ അത്ര തന്നെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ അതും ക്യാൻസലായി. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ അറ്റ് പി എത്ര? 0. 0 ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് പി. Therefore work done is equal to capital Q into 0. 0 work is to be done in bringing a capital Q charge from infinity to the point P. ഒരു വർക്കും ചെയ്യേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾക്കുള്ള ഡൗട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കുക, ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഞാനവിടെ മറുപടി അറിയാം. ഞാൻ തന്നെ എല്ലാം ഡൗട്ട് പറഞ്ഞ് മറുപടി പറയുന്ന രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചോ. ആ ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ആൻസർ നേരെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കില്ല, ആലോചിക്കുന്നേ.
അതായത് പിന്നെ എങ്ങനെ പിന്നെ ക്യാപിറ്റൽ ക്യൂ ചാർജ് കൊണ്ടുവരാൻ ഇൻഫിനിറ്റി എന്ന് കിട്ടുവരാൻ വർക്കൊന്നും വേണ്ട. വാട്ട് ഡസ് ഇറ്റ് മീൻ? പിന്നെ എങ്ങനെയാണ് ക്യാപിറ്റൽ ക്യൂ ചാർജ് വെറുതെ എടുത്തുമോ? എന്താണ് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? അത് കോൺസെപ്റ്റാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ആ ആശയം നിങ്ങൾക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഈ ആശയമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒന്ന് ആലോചിച്ചിട്ട് പറയാം. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാൻ പോകണം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇവിടെ നമ്മൾ പുതിയ ഒരു ടോപ്പിക്ക് സംസാരിക്കില്ല, പകരം ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഒരു ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ആ പോയിൻ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം, ചില ആഡ് ഓൺസും. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് 0 അല്ലേ? നമ്മൾ പഠിച്ചില്ലേ അല്ലേ? ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഒക്കെ ഇൻസൈഡിലെ ഫീൽഡ് 0 എന്ന് പഠിച്ചു. അത് പക്ഷേ ഷെല്ലിന് മാത്രമല്ല, കണ്ടക്ടറിൻ്റെ ഇൻസൈഡിലെ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? സ്റ്റാറ്റിക് കണ്ടീഷനിൽ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിലെ ഫീൽഡ് എന്താണ്? 0. സ്റ്റാറ്റിക് കേട്ടോ. സ്റ്റാറ്റിക് കണ്ടീഷനിൽ ഇപ്പോൾ അടുത്ത ചാപ്റ്റർ ഏതാ? കറണ്ട് ഇലക്ട്രിസിറ്റി. അവിടെ ഇതിന് വിപരീതമായ കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്, പക്ഷേ അത് സ്റ്റാറ്റിക് അല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ 0. അടുത്തത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദ സർഫസ് അറ്റ് എവറി പോയിന്റ് ഓൺ ദ കണ്ടക്ടർ. ഏത് ഷേപ്പുള്ള കണ്ടക്ടർ ആയിക്കോട്ടെ, ഇത് ചാർജ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ ഇതിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് നോക്കൂ, സർഫസിന് നോർമൽ ആയിരിക്കും. ഇവിടെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട്, മനസ്സിലായോ? എന്താണോ ആ സർഫസിന് ആ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിന് നോർമലായിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്, അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. പറയാം എന്താ കാരണം എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതൊരു ചാർജ്ഡ് കണ്ടക്ടറാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞപ്പോൾ അവിടെ വേറെ പോയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഒരിക്കലും ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരില്ല എന്നാണ് പറയണത്? എങ്ങനെ വരില്ല? ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ സർഫസത്ത് ഒരിക്കലും വരില്ല. എന്താ വരാത്തത്? പറയാം, നല്ലോണം ഇവിടെ ശ്രദ്ധിക്കട്ടോ. ആ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ. എന്തുകൊണ്ട് അങ്ങനെ വരില്ല? അങ്ങനെ വരാതിരിക്കാനുള്ള കാരണം, ഈ ഇങ്ങനെയാണ് വന്നതെങ്കിൽ ഇതിനെ നമുക്ക് 2 കോമ്പണൻ്റ് ആക്കാം. ഒന്ന് നോക്കൂ, ഇങ്ങോട്ട്, വേറൊരു കോമ്പണൻ്റ് ഇങ്ങോട്ട്. ഈ കോമ്പണൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട, കാരണം പിന്നെ ഇത് ഓൾറെഡി സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ ഒരാൾ വരാൻ പാടില്ല എന്നാണല്ലോ, ഇങ്ങനെ വരില്ല എന്നുള്ളതിൽ നമ്മളെ പിന്നിലുള്ളത്. കാരണം സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി പെർപെൻഡിക്കുലർ ആണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെ ഒരാൾ ഒരിക്കലും വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ പാടില്ലാത്തത്? ഇങ്ങനെ വന്നാൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ചാർജിൻ്റെ മുകളിൽ QE ഫോഴ്സ് ഉണ്ടാവും. ഈ കോമ്പണൻ്റ് എത്രയാണോ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ കോമ്പണൻ്റ് എത്രയാണോ, ആ കോമ്പണൻ്റ് ഇൻറ്റു ഇവിടുത്തെ ചാർജ്, അത്രയും ഫോഴ്സ് ഇതിൻ്റെ മുകളിൽ അനുഭവപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ QE ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് വന്നു. QE ഫോഴ്സ് ഈ ഡിറക്ഷനിൽ വന്നു. അറിയോ? ഓക്കെ, QE ഫോഴ്സ് ഈ ഡിറക്ഷനിൽ വന്നാൽ, QE ഫോഴ്സ് ഈ ഡിറക്ഷനിൽ വന്നാൽ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ചാർജിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യും. പക്ഷേ നോക്കൂ, ഇത് ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസ് ആണ്. ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണ്ടേ? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ? എല്ലാ സ്ഥലത്തും ഒരേ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇങ്ങനെ ചാർജ് മൂവ് ചെയ്യാൻ പാടില്ല. മനസ്സിലായിണോ പോയിന്റ്? ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താണ്? ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് വരും ഫീൽഡിന്. ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് വന്നാൽ ഈ സർഫസിലുള്ള ഒരു ചാർജിൻ്റെ മുകളിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവും. ടാൻജൻഷ്യൽ ഫോഴ്സ് വന്നാൽ ചാർജിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ചാർജ് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഒരു ചാർജ് മൂവ് ചെയ്യൂല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ചാർജ് മൂവ് ചെയ്യുള്ളൂ. നോക്കൂ, ഇതാണ് ആ പോയിന്റാണ് ഞാൻ ഇവിടെ കളറിൽ കൊടുത്തത്. ഇഫ് ദർ എക്സിസ്റ്റ് എ കോമ്പണൻറ്റ് ഓഫ് ഫീൽഡ് അലോങ് ദ സർഫസ്, ആണോ, ഇങ്ങനെ ഉണ്ടായാൽ ദ ഫ്രീ ചാർജസ് ഓഫ് ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ വുഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് മൂവ്. അവിടെ ഉള്ളതിന് ഒരു ഫോഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് അവർ മൂവ് ചെയ്യുന്നു. അതിന് മൂവ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? അത് ഇക്വിപൊട്ടൻഷ്യൽ. ആ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തില്ല, എഴുതിയിട്ടില്ല. മനസ്സിലായല്ലോ? ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അങ്ങനെ ചാർജുകൾ ഒരിക്കലും മൂവ് ചെയ്യൂല. അങ്ങനെ മൂവ് ചെയ്യാക്കണമെങ്കിൽ സർഫസ് എന്നുള്ള ഫോഴ്സ് ഇങ്ങനെ പുറത്തേക്കായിരിക്കണം. അങ്ങനെ പുറത്തേക്കാവുമ്പോഴുള്ള പ്രശ്നം എന്താ? പുറത്തേക്കാവുമ്പോൾ ആണ് മൂവ് ചെയ്യാനുള്ള സ്ഥലമില്ലല്ലോ. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കും. അതാണ് പറഞ്ഞതിൻ്റെ മീനിങ്. നെക്സ്റ്റ്, എക്സസ് ചാർജ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഏത് മെറ്റീരിയലിന് നിങ്ങൾ കണ്ടക്ടർ നിങ്ങൾ ചാർജ് ചെയ്താലും ആ ചാർജ് എവിടെ ഉണ്ടാവുള്ളൂ? അതിൻ്റെ സർഫസിലേ നിൽക്കുള്ളൂ. സർഫസിലെ ചാർജ് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഇതൊരു ഹോളോ സ്ഫിയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇത് സോളിഡ് സ്ഫിയർ ആട്ടെ ഹോളോ സ്ഫിയർ ആട്ടെ, രണ്ടാണെങ്കിലും നിങ്ങൾ ചാർജ് കൊടുത്താൽ ഈ ചാർജ് എവിടെ ഉണ്ടാവുക? ചാർജ് റിമെയിൻസ് ഓൺ ഇറ്റ് സർഫസ്. ചാർജ് അതിൻ്റെ സർഫസിൽ ഉണ്ടാവുള്ളൂ, നോട്ട് ഇൻ ദ ബൾക്ക് ഓഫ് ദി കണ്ടക്ടർ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എക്സസ് ചാർജ് മീൻസ്, പിന്നെ എക്സസ് ചാർജിനെയാണ് നമ്മൾ ചാർജ് ഓഫ് എ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത് കേട്ടോ. എല്ലാ എക്സസിന് വേറെ മീനിങ് ഒന്നും കൊടുക്കണ്ട. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ അതൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ട് കഴിച്ച് ബാക്കിയുള്ള ചാർജ് എന്നാണ് ഉദ്ദേശിച്ചത്. ചാർജ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഇനഫ്. ഓക്കെ,
അല്ലെ. എക്സസ് എന്നുള്ളതിന് വേറെ മീനിങ്ങിലേക്ക് പോകരുത് കേട്ടോ. നെക്സ്റ്റ് നോക്ക്, നമ്മൾ പഠിച്ച പോയിന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഹാസ് ദ സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ്. പഠിച്ച പോയിന്റ് അല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ഈ ഇവിടെ നമ്മൾ സംസാരിച്ച പോയിന്റ് ഒക്കെ റെഡി ആണല്ലോ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് നമ്മൾ വേറെ രൂപത്തിൽ നമ്മൾ സംസാരിച്ചാണ്. ഒരു പിന്നെ കണ്ടക്ടറിൻ്റെ ഒരു സ്ഫിയറിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് നോട്ട് ഓൺലി ട്രൂ ഫോർ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ബട്ട് ആൾസോ ഇറ്റ് ഈസ് ട്രൂ ഫോർ എനി കണ്ടക്ടർ ഓഫ് എനി ചാർജ്ഡ് കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ് ആൻഡ് സൈസ്. ഏത് ചാർജ്ഡ് കണ്ടക്ടർ ആണെങ്കിലും അതിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ കണ്ടക്ടറിനും അപ്പോൾ ഒരേ ആൻസർ ആണോ കിട്ടുക അല്ലേ? അത് പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോൾ നോക്കൂ, ഇതൊരു ചാർജ്ഡ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്ന് കരുതി നിങ്ങൾ എന്ത് ധരിക്കണ്ട, ഇതിൻ്റെ സർഫസിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ് ധരിക്കരുത്. എന്താ, ഞാൻ ഡിറക്ഷനെ കുറിച്ച് ആണോ സംസാരിക്കുന്നത്? അല്ല, ഡിറക്ഷൻ അവിടെ കട്ടെ. മാഗ്നിറ്റ്യൂഡ് തന്നെ സെയിം അല്ല, ഡിറക്ഷൻ ഓൾറെഡി സെയിം അല്ല. കാരണം പെർപെൻഡിക്കുലർ ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ആണ് വരിക. അത് സെയിം അല്ല. മാത്രമല്ല മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അപ്പോൾ എന്താ സംഭവം? കാരണം സിഗ്മ ബൈ എപ്സിലോൺ 0 ആണല്ലോ. സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ അല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇനി വരാനിരിക്കുന്നുണ്ടത്, ഡോൺ വറി. നോക്കൂ, ഇവിടൊക്കെ ഇവിടുത്തെ ഫീൽഡ് എത്ര? സിഗ്മ ബൈ എപ്സിലോൺ 0. ഇവിടുത്തെ എത്ര? സിഗ്മ ബൈ എപ്സിലോൺ. എല്ലായിടത്തും എത്ര? സിഗ്മ ബൈ എപ്സിലോൺ 0. പിന്നെന്താ വ്യത്യാസം? ഓരോ സ്ഥലത്തെയും സിഗ്മ ഡിഫറൻ്റ് ആണ്. അതന്നെ വ്യത്യാസം. സിഗ്മ ഡിഫറൻ്റാ. കാരണം നല്ല കൂർത്ത് നിൽക്കുന്ന ഷാർപ്പായിട്ടുള്ള ഭാഗത്ത് സിഗ്മ കൂടും. അവിടുത്തെ സിഗ്മ ബൈ എപ്സിലോൺ 0, ഇവിടുത്തെ സിഗ്മ ബൈ എപ്സിലോൺ 0, ഇവിടുത്തെ സിഗ്മ ബൈ, മനസ്സിലായോ? ഓരോ പോയിന്റിലെയും സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അതാണ്. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ യു ക്യാൻ സേ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എനി ചാർജ്ഡ് കണ്ടക്ടർ ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0 എൻ ക്യാപ്പ്. ഒരു എൻ ക്യാപ്പ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. ആ പോയിന്റ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മൾ സംസാരിച്ചാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി 0. നമ്മൾ ക്യാവിറ്റി ആയിട്ടല്ല നമ്മൾ സംസാരിച്ചത്. നമ്മൾ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മളോട് പറയുന്നു ദിസ് ഈസ് ട്രൂ നോട്ട് ഓൺലി ഫോർ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ബട്ട് ആൾസോ ഫോർ എനി ക്യാവിറ്റി ഓഫ് എനി സൈസ് ആൻഡ് ഷേപ്പ്. Electric field inside the cavity is 0 whatever be the size and shape of the cavity and whatever be the charge on the conductor. അതൊന്നും പ്രശ്നമില്ല, ഉള്ളിലെ ഫീൽഡ് 0 ആയിരിക്കും. ഒരു ക്യാവിറ്റിൻ്റെ ഇൻസൈഡിലെ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ക്രീനിങ്. The vanishing of electric field inside a cavity is called electrostatic shielding or electrostatic screening. നമ്മൾ 6 പോയിന്റ്സ് ആണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓടിച്ച് നോക്കിക്കളാം പോയിന്റ്സുകൾ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ 0. കണ്ടക്ടറിൻ്റെ ഉള്ളിലെ ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും സ്റ്റാറ്റിക് കണ്ടീഷനിൽ, ഇക്വിലിബ്രിയത്തിൽ. പിന്നെ സർഫസിലെ ഫീൽഡ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അറിയാം. ചാർജ് എപ്പോഴും ഇവിടെ ഉണ്ടാവുക? സർഫസിലുണ്ടാവുക, നോട്ട് ഇൻ ദ ബൾക്ക് ഓഫ് ദ കണ്ടക്ടർ. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓക്കെ, സ്ഫിയറിൻ്റെ കേസിൽ നമുക്കറിയാം. സ്ഫിയറിൻ്റെ കേസിൽ മാത്രമല്ല, നോക്കൂ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഹാസ് ദ സെയിം വാല്യൂ ഓൺ ഇറ്റ് സർഫസ്. മനസ്സിലായോ? ഒരു കണ്ടക്ടറിൻ്റെ ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അത് സ്ഫിയറിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. ഷെല്ലിൻ്റെ കേസിൽ സർഫസിലെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. ഇൻസൈഡിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് ആൻഡ് ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ്സ് സർഫസ്. Then സർഫസിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0 എൻ ക്യാപ്പ്, അറിയാം. ദെൻ ഇൻസൈഡ് എ ചാർജ്ഡ് ക്യാവിറ്റി field is always 0. It is called electrostatic shielding or electrostatic screening. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അടുത്ത ടൈറ്റിൽ നോക്കൂ, കണ്ടക്ടർ ഇൻ എൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഞാൻ ഒരു കണ്ടക്ടറിനെ വെച്ചാൽ ആ കണ്ടക്ടറിൻ്റെ ആ കേസിൽ എന്തൊക്കെ അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം നോക്കൂ, എനിക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വേണം. ഞാൻ ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ അവിടെ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് ഇവിടെ കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് റെഡി.
ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഒരു കണ്ടക്ടറിനെ ഇതിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഭാഗത്ത് കണ്ടാൽ നിങ്ങൾക്കറിയാം അതിനെ EO എന്നാണ് കൊടുത്ത്, ഈ ഔട്ട് എന്നുള്ള നിലക്കാണ് ഞാൻ കൊടുത്ത്. ഔട്ട് പുറത്തുള്ള ഫീൽഡ്, കാരണം കണ്ടക്ടറിൻ്റെ ഉള്ളിലത്തല്ല പുറത്തുള്ളൊരു ഫീൽഡ് എന്നുള്ള നിലക്കാണ്, എക്സ്റ്റേണൽ ഫീൽഡാണ്, അതാണ് EO കൊടുത്ത്. ഇനി ഞാൻ നോക്കൂ ഒരു കണ്ടക്ടറിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാനൊരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ളൊരു കണ്ടക്ടറിനെ അവിടെ വരയ്ക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കും. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു കണ്ടക്ടറിനെ അവിടെ പ്ലേസ് ചെയ്തു. സപ്പോസ് ഓക്കെ, യെസ്, ഒരു കണ്ടക്ടറിനെ ഞാനവിടെ പ്ലേസ് ചെയ്തു. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചെന്താ, കണ്ടക്ടറിൻ്റെ ഉള്ളിലെ ഫീൽഡ് 0 ആണെന്നിട്ട് പഠിച്ചത്. ഒരു കുറഞ്ഞ നേരത്തേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അതാണ് മറക്ക്. അവിടേക്ക് തന്നെയാണ് നമ്മൾ എത്താൻ പോകുന്നത്. അവിടേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ പോവുക. അപ്പോൾ നോക്കൂ, ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. അവിടെയാണ് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ കണ്ടക്ടറിനെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത്. ഈ കണ്ടക്ടറിന് വെക്കുന്നതോടുകൂടി എന്താവും എന്നറിയാം? നേരത്തെ പറഞ്ഞ അവിടെ നിൽക്കട്ടെ കേട്ടോ, അതിലേക്ക് തന്നെയാണ് നമ്മൾ എത്താൻ പോകുന്നത് അൾട്ടിമേറ്റ്ലി. ഇതൊരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് കണ്ടക്ടറിനാണ് വെക്കുമ്പോൾ ആ ഫീൽഡ് നോക്കൂ നിങ്ങൾ, ഫീൽഡ് കണ്ടക്ടറിന് വെച്ചോടുകൂടി ഫീൽഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി, അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഗ്രോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റടിക്ക് 1 2 3 ഫുള്ളാണ് കയറില്ല, അതിങ്ങനെ അണ്ട് ഗ്രോ ചെയ്യണം, വളരെയാണ്. എന്നിട്ട് ആ EO ഉള്ളിലേക്ക് എത്തുക. അപ്പോൾ നോക്കൂ, ഈ ഫീൽഡ് ഉള്ളിലേക്കാണ്ട് കയറുന്നതോട് കൂടി അവിടെ എന്താ സംഭവിക്കുക? ഉള്ളിലേക്ക് കയറുന്നതോട് കൂടി അവിടെ എന്ത് സംഭവിക്കും നോക്കും. അപ്പോൾ ഫീൽഡ് ഒന്ന്, ഇതെന്താ കണ്ടക്ടറാണ്, കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, മീൻസ് ചാർജസ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രൽ കണ്ടക്ടർ വെച്ച്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. എന്ത് സംഭവിക്കും നോക്കൂ, ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ എന്താ? ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ, ഫോഴ്സ് ഓൺ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു Q വെക്റ്റർ E. ആൻഡ് ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ എന്താണ്? മൈനസ് Q വെക്റ്റർ E. അപ്പോൾ ഇവിടെ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിലേക്ക് പോകും കേട്ടോ. പ്ലസ് ഇവിടെ വന്ന് ഇവിടേക്ക് ഒരു പ്ലസ് ആണ്ട് വരുമ്പോഴത്തേനും നോക്കൂ, ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ പോസിറ്റീവ് ചാർജ് നീങ്ങും, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നെഗറ്റീവ് ചാർജ് നീങ്ങും. ഇവിടെ ഒരു പ്ലസ് കൊണ്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു മൈനസും വന്നു കേട്ടോ. കാരണം ഇത് ഫീൽഡ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ വരിക, ഉള്ളിലേക്ക് ഫീൽഡ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ചാർജ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തു. ഇവിടെ പ്ലസ് വന്ന് ഇവിടെ മൈനസ് വന്ന്, ഇവിടെ പ്ലസ് വന്ന് ഇവിടെ മൈനസ് വന്ന്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് വരില്ല, പ്ലസ് വന്ന് മൈനസ് വന്ന്. അപ്പോൾ ചാർജ് അക്യുമുലേഷൻ തുടരും. ഏത് വരെ പറയാം? ഈ EO ഉള്ളിൽ കയറിയതിൻ്റെ ഇഫക്റ്റ് ആയിട്ടാണ് ഈ ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്തത്. പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്തു. നല്ലോണം ശ്രദ്ധിക്കണം, വെരി വെരി കെയർഫുൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇതിൻ്റെ ഇൻസൈഡിൽ ഇപ്പോൾ, അതായത് നിങ്ങൾ ഈ പുറം ഭാഗമൊക്കെയാണ് മറക്ക്, ഇതിനുള്ളിൽ തന്നെ വാ. ഇതിനുള്ളിൽ വന്നാൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും അല്ലേ? നിങ്ങളൊരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇവിടെ വെച്ചു എന്ന് വിചാരിക്കരുത്, ഇവിടെ വെച്ചു എന്ന്. നിങ്ങൾ പുറത്തെ ഭാഗമൊന്നും ചിന്തിക്കേണ്ട, ഇതിൻ്റെ ഇൻസൈഡ് മാത്രം ആലോചിക്കും. ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ നെഗറ്റീവിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, പോസിറ്റീവ് ഇങ്ങോട്ട് റിപ്പിൽ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? ഈ പോസിറ്റീവും ഈ നെഗറ്റീവും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഒരു പുതിയ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്തു. ഒരു പുതിയ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്തു. മനസ്സിലായോ? ആ പുതിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എവിടെ നിന്ന് കൊടുക്കുക? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. നോക്കൂ, ഞാൻ ഇതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരച്ചു. എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരു പുതിയ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ, ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഡെവലപ്പായി. ആ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന് ഞാൻ പേര് കൊടുക്കുന്നു E in. ഇനി ഇത് എന്തിനാണ് പിന്നെ ഇയാൾ വരാനുള്ള കാരണം എന്താ? ഈ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ഇഫക്റ്റാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡിന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരക്കണം. എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ളിൽ കയറിയതിൻ്റെ ഇഫക്റ്റാണത്. എക്സ്റ്റേണൽ ഫീൽഡ് ശരിക്കും കേട്ടാ ഇതാ അതിങ്ങോട്ടാണ്. ദിസ് ഈസ് എക്സ്റ്റേണൽ ഫീൽഡ്. റെഡി അല്ലേ? ഓക്കെ, ഇതാരാണ്? E in. ദിസ് ഈസ് E in. സോറി, ദിസ് ഈസ് EO. ഇത് EO, ഇത് E in. ഇനി പ്രശ്നം എന്താണ്? ഈ ചാർജ് ഇൻഡക്ഷൻ ഏതുവരെ തുടരും? ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഉണ്ടാക്കുന്നവരാണ് ഈ രണ്ട് ചാർജുകളും. അതിന് കാരണം ആരാണ്? EO ഉള്ളിൽ കയറിയതിൻ്റെ ഇഫക്റ്റ്. എന്നിട്ട് ഏതുവരെ ഈ ചാർജ് ഇൻഡക്ഷൻ തുടരും? ടിൽ ദ ഇന്റേണൽ ഫീൽഡ് ബിക്കംസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫീൽഡ് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് ഇതിനോട് ഈക്വൽ ആകുന്നത് വരെ തുടരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫൈനലി വാട്ട് വിൽ ബി ദ
See, finally, what will be the field inside the conductor? The total electric field inside the conductor E equal to EO plus E in. EO plus E in equal to 3, equal to 0. Equal to 0. Internal fieldum external fieldum equal and opposite ആണ്. And finally you will be having zero field. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞെടുത്തെത്തി. Electrostatic field static conditionൽ the net field inside the conductor is 0. Electrostatic field inside the conductor is 0. അതെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ വിശദമായ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായോ? ഈസിയല്ലേ, എന്താ പ്രയാസമൊന്നുമില്ലല്ലോ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടക്ടർ വെക്കുമ്പോൾ കണ്ടക്ടറിൽ ന്യൂട്രൽ കണ്ടക്ടറാണ്, അതിൽ പോസിറ്റീവ് ചാർജും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ ദ കണ്ടക്ടർ വെക്കുന്നതോടുകൂടി ഫീൽഡ് ഉള്ളിലേക്ക് അങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പിന്നെ പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടാവും, നെഗറ്റീവിൽ ഓപ്പോസിറ്റ് ഉണ്ടാവും. ആൻഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വിൽ അക്യുമുലേറ്റ് ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ കണ്ടക്ടർ. ആൻഡ് ഫൈനലി ദ നെറ്റ് ഫീൽഡ് എത്ര വരിക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആൻഡ് ചാർജ് അക്യുമുലേഷൻ ഓർ ചാർജ് ഇൻഡക്ഷൻ കണ്ടിന്യൂസ് ടിൽ ദ internal field becomes equal to external field in magnitude. Direction equal ആവില്ലല്ലോ, രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. And finally the net field inside the conductor is 0. The net field inside the conductor is 0. റെഡി അല്ലേ? ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. യെസ്, ഡൈ ഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ. ആരാണ് ഡൈ ഇലക്ട്രിക്? ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ ഇലക്ട്രിക്സ് ആർ റഫ്ലി ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറയല്. ദേ ആർ റഫ്ലി ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇൻസുലേറ്റർ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഇൻസുലേറ്റേഴ്സാണ്. അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ വേറെ പേരായിട്ട് മാത്രം നിങ്ങൾ ഇപ്പോൾ ഡൈ ഇലക്ട്രിക്കിനെ കണ്ടാൽ മതി. ചെറിയ ചില കാര്യങ്ങളുണ്ട്, ബട്ട് നിങ്ങളുടെ ഒരു ഈ ഒരു +2 സ്കോപ്പ് അനുസരിച്ചിട്ട് ഡൈ ഇലക്ട്രിക്സ് ആർ റഫ്ലി ഇൻസുലേറ്റേഴ്സ്. അതിനെ റഫ്ലി എന്നുള്ള ടേം അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ദേ ആർ റഫ്ലി ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പോളറൈസേഷൻ എന്നുള്ളൊരു ഭാഗം കൂടി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലുണ്ട്, അത് നമ്മളിപ്പം നോക്കണില്ല. ആദ്യം നമ്മൾ ഡൈ ഇലക്ട്രിക്സിനെ പറ്റി ഫുള്ളും മനസ്സിലാക്കാൻ പോവുകയാണ്, എന്നിട്ട് നമുക്ക് പോളറൈസേഷനിലേക്ക് കിടക്കാം. ഡൈ ഇലക്ട്രിക്സിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതായത് പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളിനെയും കുറിച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെൻറ്റ് പഠിച്ചതിന് ശേഷം പഠിച്ചിട്ടുണ്ട്. അവിടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പഠിച്ച സ്ഥലത്ത് അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, ഓർമ്മ നിർബന്ധമാണ്. അതിന് എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇവിടെ. പിന്നെ പോളാർ മോളിക്യൂൾസ് ഉണ്ട്, നോൺ പോളാർ മോളിക്യൂൾസ് ഉണ്ട്. നോൺ പോളാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതെന്താ, അതിൽ പൊളാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ? അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ നോക്കൂ, എന്ന് വെച്ചാൽ എവറി മോളിക്യൂൾ ഹാസ് എ പോസിറ്റീവ് സെൻറ്റർ ആൻഡ് എ നെഗറ്റീവ് സെൻറ്റർ. യുനോ, ഒരു പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. ആ പാർട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏതിലത്തിന് പോസിറ്റീവ് സെൻറ്റർ ഇവിടെ ഉണ്ടാവുക? പ്രോട്ടോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ. നെഗറ്റീവ് സെൻറ്റർ ഇവിടെ ഉണ്ടാവുക? ഇലക്ട്രോൺസിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ. ഇത് രണ്ടും എവിടെ വരിക? ഏകദേശം അടുത്തടുത്ത് വരിക. രണ്ടും ഒരു പോയിൻ്റ് ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. രണ്ടും ഒരു പോയിൻ്റ് ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരും സ്വാധീനം ഇല്ലാത്ത സമയത്ത് രണ്ടും ഒരു പോയിൻ്റ് ആണെങ്കിൽ അവരുടെ പോസിറ്റീവും നെഗറ്റീവും ഒരേ പോയിന്റിൽ. അപ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? നോൺ പോളാർ മോളിക്യൂൾ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണല്ലോ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പോളാർ. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? നോക്കൂ, ഒരു നോൺ പോളാറിനെ ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? പ്ലസും മൈനസും അറ്റ് എ പോയിന്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പ്ലസും മൈനസും അറ്റ് എ പോയിന്റിൽ. റെഡി? ഇതാണ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലസും മൈനസും കൂടി ഇട്ട്. ഇനി പോളാർ ആണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? പോളാർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക പ്ലസ് മൈനസ്. കണ്ടോ? ഇതാണ് പോളാർ. ഇതെന്താണ്? നോൺ പോളാർ. നോൺ പോളാർ, പോളാർ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് എങ്ങനെയാവാം? ഏത് രൂപത്തിലും. ഇതെന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ഹെൻസ് ദിസ് ഈസ് പോളാർ. ഇത് പോളാറാണ്. ഇതെന്താണ്? നോൺ പോളാർ ആണ്. ഇത് നോൺ പോളാർ. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് നോൺ പോളാർ. അപ്പോൾ നോൺ പോളാർ മോളിക്യൂൾ, പോളാർ മോളിക്യൂൾ. അപ്പോൾ ഡൈലക്ട്രിക്സും 2 ടൈപ്പ് ഉണ്ട്. പോളാർ ഡൈലക്ട്രിക് ഉണ്ട്, നോൺ പോളാർ ഡൈലക്ട്രിക് ഉണ്ട്. അതാരാ? പോളാർ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഡൈലക്ട്രിക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? പോളാർ ഡൈലക്ട്രിക്.
പോളാർ. നോൺ പോളാർ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് നോൺ പോളാർ ഡൈലക്ട്രിക്. മനസ്സിലായോ? നമുക്ക് ഞാൻ എൻ്റെ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് കാണിക്കാം. അത് ഡയഗ്രാം കാണിക്കാനൊന്നുമില്ല, ഈ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ ഇത്തരം മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഡൈലക്ട്രിക്, ഇത്തരം മോളിക്യൂൾസ് ഉണ്ടാവുന്ന നോൺ പോളാർ ഡൈലക്ട്രിക്. ജസ്റ്റ് നോക്കൂ, ഇതെന്താ നോൺ പോളാർ ഡൈലക്ട്രിക്. അപ്പോൾ ഇതെന്താ ഓരോന്നെന്താ നോൺ പോളാർ മോളിക്യൂൾസ് ആണ് കേട്ടോ. E=0 മീൻസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പുറത്തുനിന്ന് ആരെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ, സ്വാധീനം ഇല്ലാതെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, E=0 എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നോൺ പോളാർ ഡൈലക്ട്രിക്, നോൺ പോളാർ മോളിക്യൂൾസ് ആണ് ഓരോന്നും. ഓക്കെ, ഇവിടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ല. ഓക്കെ, റെഡി. ഇനി പോളാർ ഡൈലക്ട്രിക് നോക്ക്. പോളാർ ഡൈലക്ട്രിക് ഇവിടെ ഇത് ഓരോ പോളാർ മോളിക്യൂളാണ്, അവർ റാൻഡംലി അറേഞ്ച്ഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, മീൻസ് എക്സ്റ്റേണൽ ഫീൽഡിലല്ല വെച്ചതെന്ന് അർത്ഥം. ഇവർ മാത്രമേ ഇവിടെ ഉള്ളൂ പോളാർ ഡൈലക്ട്രിക്. ക്ലിയർ അല്ലേ? ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ഡയഗ്രത്തിലേക്ക് വീണ്ടും നിങ്ങൾ കൊണ്ടുപോവാണ്. ഓക്കെ, ഇവിടെ ഇത് നോൺ പോളാർ മോളിക്യൂൾ എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും അറ്റ് കോയിൻസൈഡ്സ് ആണ്. എന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് കോയിൻസൈഡ് ചെയ്യുന്നു. പോസിറ്റീവ് നെഗറ്റീവും അറ്റ് എ പോയിന്റ് ആണ്. അപ്പോൾ ഇതിന് ഡൈപോൾ ഫോം ചെയ്തണോ? ഇല്ല. ഇതിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. നോ ഡൈപോൾ മൂവ്മെന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് പോളാർ മോളിക്യൂൾ. ഇതിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഉണ്ട്. കാരണം പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഉണ്ട്. നോൺ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ? ഇല്ല. ഇനി ഇങ്ങോട്ട് വാ. ഇവിടെ നോൺ പോളാർ ഡൈലക്ട്രിക് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡിൽ നോൺ പോളാർ ഡൈലക്ട്രിക്കിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? കമോൺ, ഉണ്ടോ? നോൺ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. അങ്ങനത്തെ മോളിക്യൂൾ കൂടി ചേർന്നിട്ടല്ലേ ഇതുണ്ടായത്? ആണ്. അപ്പോൾ ഇതിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് നോ ഡൈപോൾ മൂവ്മെന്റ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. ഓക്കെ, ഇനി വാ. ഇവിടെ ഓരോ മോളിക്യൂളിനും ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഉണ്ട്. ഈ ഡൈലക്ട്രിക്കിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഡ്യൂ ടു റാൻഡം ഓറിയന്റേഷൻ. അതെന്താണ് ആ പറഞ്ഞത്? കാണിക്കാം. ആ പറഞ്ഞത് നമ്മൾ നോക്കൂ. ഇവിടെ ശ്രദ്ധിക്കുക, ഇയാളെ ഡൈപോൾ മൂവ്മെന്റ് നോക്ക്. നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാകുക. അപ്പോൾ ഈ ഡൈപോൾ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ഞാൻ അങ്ങനെയാണ് കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നോക്കൂ. ഇയാളുടെ അങ്ങട്ടാ ഇതിങ്ങോട്ട് മേപ്പെട്ടാണ് അല്ലേ, മേലോട്ട്. ഇതങ്ങട്ടാ ഇത് താഴോട്ടാണ്. അങ്ങനെ പലതും പല രൂപത്തിലുണ്ടാകുക. ഇതിങ്ങോട്ട് താഴോട്ടാണ്, ഇത് നോക്കൂ ഇത് താഴോട്ടാണ്. അങ്ങനെ ഓരോന്ന്. ഇത് മേലോട്ടാണ്, ഇത് നോക്കൂ ഇങ്ങോട്ടാണ്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഓരോ ഡൈപോൾ, ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് റാൻഡംലി ഓറിയൻറ്റഡ് ആണ്. കണ്ടോ? റാൻഡം ഓറിയൻറ്റേഷൻ ആയതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇവിടെ എത്രയായിരിക്കും? 0. ഓരോ മോളിക്യൂളിനും ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഉണ്ട്. എന്നാൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഡ്യൂ ടു റാൻഡം ഓറിയൻറ്റേഷൻ. എവിടെയാണ് ഇല്ലാത്തത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡിൽ അല്ല നമ്മൾ ഈ ഡൈലക്ട്രിക്കിനെ വെച്ചതെങ്കിൽ ഇതിന് നോ ഡൈപോൾ മൂവ്മെന്റ്. അതിന് ഡൈപോൾ മൂവ്മെന്റ് ഇല്ല. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പം വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ ആവർത്തിക്കുകയാണ്. നോൺ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? പറയൂ. നോൺ പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. മോളിക്യൂൾ പോസിറ്റീവ് നെഗറ്റീവ് അറ്റ് എ പോയിന്റ്. പോളാർ മോളിക്യൂളിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട്. ഇനി നോക്ക്, ഇവിടെ നോൺ പോളാർ ഡൈലക്ട്രിക്കിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? നോൺ പോളാർ ഡൈലക്ട്രിക്കിന് ഇല്ല. എന്താ കാരണം? ഓരോരുത്തർക്കും ഇല്ല, മൊത്തത്തിലും ഇല്ല. പോളാർ ഡൈലക്ട്രിക്കിന് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടോ? ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡാണ് സംസാരിക്കുന്നത്. ഓരോ മോളിക്യൂളിലുണ്ട്, പക്ഷെ മൊത്തത്തിലില്ല. എന്താ കാരണം? ഡ്യൂ ടു റാൻഡം ഓറിയന്റേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? വളരെ ഗൗരവമായ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഡൈലക്ട്രിക്കിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കാൻ പോവുക. നേരത്തെ ഇതിൽ നമ്മൾ എന്താ ചെയ്തത്? കണ്ടക്ടറിനെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചു. ഇനി ഡൈലക്ട്രിക്കിനെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. റെഡി അല്ലേ? കണ്ടക്ടറിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണ്. നന്നായിട്ട് കെയർഫുൾ ആവുക. കണ്ടക്ടറിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും കാണാം. നോക്കൂ,
നേരത്തെ കേസിലെ പോലെ തന്നെ ഞാൻ ആ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കും. ഈ മൊത്തം സാധനത്തിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളാണ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡിറക്ഷനിലാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് വിചാരിക്കുക. ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, എന്താ സംഭവിക്കുക? ഇതിലുള്ള ഓരോ ചാർജിനെയും പോസിറ്റീവ് ചാർജിന് മുകളിൽ അങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും, ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്, നെഗറ്റീവിൽ അങ്ങോട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഓരോ ചാർജും എന്താ സംഭവിക്കുക അറിയോ? എല്ലാ പോസിറ്റീവ് ചാർജും ഈ ഭാഗത്തും നെഗറ്റീവ് ചാർജും ഈ ഭാഗത്തും വരും എന്ന് പറയരുത്. കാരണം ഇത് കണ്ടക്ടർ അല്ല, ഇവിടെ ഫ്രീ മോഷൻ ഓഫ് ചാർജ് പോസിബിൾ അല്ല. ഒരു കണ്ടക്ടറിൽ പോസിബിൾ ആയിരുന്നു, കണ്ടക്ടറിൽ നമുക്ക് ചാർജസിൻ്റെ ഫ്രീ മോഷൻ പോസിബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ ഡൈലക്ട്രിക് ആണ്, ഇൻസുലേറ്റർ ആണ്, ചാർജസ് ഫ്രീ മൂവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? നിന്നോടത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു അറിയാം? ഇവിടെ നോക്കൂ, ഈ കേസിലാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫീൽഡ് പോസിറ്റീവിനെ ഇങ്ങോട്ട് വലിക്കും ഈ ഡയറക്ഷനിൽ, നെഗറ്റീവിനെ അങ്ങോട്ട് വലിക്കും. അപ്പോൾ എന്താവും അറിയാം? ഒരു വലിച്ചിലുണ്ടാവും. നിന്നോടത്ത് നിന്ന് ഇതിപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് അങ്ങോട്ടാവും, പോസിറ്റീവ് ലേശം ഒന്ന് അങ്ങോട്ട് ടെൻഡൻസി കാണിക്കും, നെഗറ്റീവ് ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്താൽ വരച്ച്, പോസിറ്റീവ് ഇത്തിരി അങ്ങോട്ട്, നെഗറ്റീവ് ഇത്തിരി ഇങ്ങോട്ട്. അപ്പോൾ ഓരോരുത്തരും നോക്കുക, ഈ പോസിറ്റീവ് ഇവിടെ നിന്ന് ചെയ്യും, പോസിറ്റീവ് ഇത്തിരി ഇങ്ങോട്ട്, നെഗറ്റീവ് ഇത്തിരി അങ്ങോട്ട്, പോസിറ്റീവ് ഇത്തിരി ഇങ്ങോട്ട്, നെഗറ്റീവ് ഇത്തിരി അങ്ങോട്ട്. അങ്ങനെ ഓരോരുത്തരും വരുന്നത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. ഇവിടെ എത്ര മോളിക്യൂളാണോ ഉണ്ടാവുക? അല്ല, ഇഷ്ടം പോലെ, നമ്മൾ കുറച്ച് മോളിക്യൂൾ മാത്രം ഇവിടെ വരച്ചാണ്. അതുപോലെ ഇവിടെ നോക്കൂ, എന്താ സംഭവിക്കുക? ഇവിടെ എല്ലാവരും നിന്നോടത്ത് നീണ്ട് തിരിഞ്ഞു നിൽക്കും. കാരണം എന്താ? പോസിറ്റീവ് ഫീൽഡ് നോക്കൂ, ഫീൽഡ് ഈ ഡയറക്ഷനിൽ വരികയെന്ന് വിചാരിക്കുക. ഫീൽഡ് നോക്കൂ, ഈ ഡിറക്ഷനിലാണ് ഫീൽഡെങ്കിൽ എല്ലാ മോളിക്യൂളും എന്ത് ചെയ്യും? നിന്നോട്ട് നിന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നിൽക്കും. പ്ലസ് ഇവിടെ, മൈനസ് ഇവിടെ, പ്ലസ് ഇവിടെ, മൈനസ് ഇവിടെ. മനസ്സിലായോ? അങ്ങനെ ഓരോരുത്തരും നിന്ന് കഴിഞ്ഞാൽ ആ ഡയഗ്രം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ താഴെ കാണിക്കാൻ പോവാണ്. ഞാൻ പറയുന്നിടത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് അഡ്വാൻസ് ചെയ്യല്ലേ. ഓക്കെ, ഈ ഫസ്റ്റ് ഡയഗ്രം നോക്ക്. അതിൻ്റെ മുകളിൽ ഞാൻ കൊടുത്തത് കണ്ടോ നിങ്ങൾ? ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ നോട്ട് ഈക്വൽ ടു 0 പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഓരോ മോളിക്യൂളും നോക്കും, നിന്നോടത്തുനിന്ന് പ്ലസ് അങ്ങോട്ട്, മൈനസ് ഇങ്ങോട്ട്, പ്ലസ് അങ്ങോട്ട്, മൈനസ് ഇങ്ങോട്ട്. ആ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് കണ്ടു. മാത്രമല്ല ഇത്രയാണോ ഉണ്ടാവുക? നോ, ഇഷ്ടം പോലെ. ഇത്രയല്ല, ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ. റെഡി അല്ലേ? ഓക്കെ, ഇനി അവിടെ രണ്ട് ഭാഗത്തും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. അവിടെ നിൽക്കട്ടെ, ഷെയ്ഡിങ് അവിടെ കട്ടെ. നിങ്ങൾക്ക് ഓൾറെഡി ഈ ഡയഗ്രം എങ്ങനെ വന്നെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയല്ലോ. ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടി വരച്ചത് വൃത്തികേടാവും എന്നുള്ളതിലേക്കാണ് ആ ഇലക്ട്രിക് ഫീൽഡ് വരക്കാക്കുന്നത്. അതിനാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിനാണ് ഇവിടെ എഴുതി വെച്ചത്, ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണത്. ഇനി നോക്കൂ, ഇതെന്താ സംഭവിച്ചത്? നേരത്തെ അതേ ഡയഗ്രം തന്നെയാണ്. അവർ നിന്നോടത്ത് നിന്നിട്ട് നമുക്ക് ഓറിയൻറ്റ് ചെയ്ത് നിന്നുണ്ടോ, ഓരോരുത്തരും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് നിന്നു. അപ്പോൾ എല്ലാ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ, പോസിറ്റീവ് നെഗറ്റീവ് കണ്ടോ, ഈ രൂപത്തിൽ ഇങ്ങോട്ട് ഓറിയൻറ്റ് ചെയ്ത് തന്നു. ഇതൊക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി എന്താ സംഭവിക്കും നോക്കുക. അപ്പോൾ ഇതെന്താ? പോളാർ ഡൈലക്ട്രിക്. ഇതാരാ? നോൺ പോളാർ ഡൈലക്ട്രിക്. ഇനി നമ്മൾ നേരത്തെ ചോദ്യം വീണ്ടും ചോദിക്കണം. ഇതാരാണ്? നോൺ പോളാർ ഡൈലക്ട്രിക് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ഇതിന് ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ടോ? ഉണ്ട്. കാരണം അത് എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡ് ആണ്. മാത്രമല്ല എല്ലാവരും ഒരേ ഓറിയൻറ്റേഷനിലാണ് നിൽക്കുന്നത്. എല്ലാ ഒരു സൈഡിൽ പോസിറ്റീവ്, മറ്റേ സൈഡിൽ നെഗറ്റീവ് അല്ലോ. അപ്പോൾ ഇവർക്ക് നെറ്റ് ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഓൾറെഡി ഓരോ മോളിക്യൂളുണ്ട്. ഇപ്പോൾ ഓരെല്ലാവരും കൂടി ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷനിൽ നിന്ന്. അപ്പോൾ ഇവിടെയും ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ട്, ഇവിടെയും ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെയും ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ട്, ഇവിടെയും ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ കുറച്ച് മോളിക്യൂൾസ് അല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യഥാർത്ഥത്തിൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇഷ്ടം പോലെ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? ഈ ഒരു മോളിക്യൂളിൻ്റെ നെഗറ്റീവും ഈ മോളിക്യൂളിൻ്റെ പോസിറ്റീവ്, ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് അവർ പരസ്പരം അവരുടെ ഇഫക്റ്റുകൾ ക്യാൻസൽ ചെയ്യും. അത് ക്യാൻസൽ ചെയ്ത് കണ്ടോ, പരസ്പരം അവരുടെ ഇഫക്റ്റുകൾ അവർ ക്യാൻസൽ ചെയ്യും. ഇതങ്ങോട്ട് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ന്യൂട്രലൈസ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ നോക്കൂ, ഇവർ ന്യൂട്രലൈസ് ചെയ്ത് കണ്ടോ, ഇവർ ന്യൂട്രലൈസ് ചെയ്തു, ന്യൂട്രലൈസ്ഡ്. മനസ്സിലായോ? അവസാനം ആരുണ്ടാവുക? ഇനി ഇവിടെ എത്ര ആളുണ്ടായിക്കോട്ടെ, ലാസ്റ്റിൽ എന്തായാലും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാത്രം അങ്ങനെ ഇപ്പോൾ നെഗറ്റീവ്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ഇവിടെ ആരുണ്ടാവും? പോസിറ്റീവ് മാത്രം. ഇവരെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇവിടെ ആളില്ല. ഈ പോസിറ്റീവ് ഇവിടെ ബാക്കിയാവും, നെഗറ്റീവ് ഇവിടെ ബാക്കിയാവും.
അതേ സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ എണ്ണം കുറവാണ്, ഞാൻ വരച്ചത് എണ്ണം കുറവായതാണ്. മനസ്സിലായല്ലോ? അടുത്തടുത്തുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇവിടെ ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അതുപോലെ ഇവിടെ കുറച്ച് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇൻ ബിറ്റ്വീനിലുള്ളവരൊക്കെ എന്താവും, ദേ ആർ സോ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് അവർ ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ വെരി മച്ച് കെയർഫുൾ. അങ്ങനെ വന്നാൽ നമുക്ക് ഈ രണ്ടിനെയും ഒരു ഡയഗ്രമായിട്ട് ഞാൻ ഇവിടെ വേറെ വരച്ചു. ദ തേർഡ് വൺ. കാരണം എന്താ, ഇൻ ബിറ്റ്വീനിലുള്ളവരൊക്കെയാണ് പോയാൽ പിന്നെ ഇവിടെ ആരാളുള്ളത്, ദ നെഗറ്റീവ്. ഞാൻ പറഞ്ഞിടത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡാണ് മാർക്ക് ചെയ്ത്, അതിൽ നോക്ക് ഇവിടെ മാത്രം നെഗറ്റീവ് ചാർജ്, ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് കണ്ടോ, പോസിറ്റീവ്. അതാ ഇവരെയാണ് ഈ മാർക്ക് ചെയ്ത്. അത് പോളാർ ആവട്ടെ നോൺ പോളാർ ആവട്ടെ രണ്ടാണെങ്കിലും കണ്ടോ. ഞാൻ പറഞ്ഞതിൽ മാത്രം കോൺസെൻട്രേറ്റ് കേട്ടോ, വേറെ അങ്ങോട്ട് നോക്കല്ലേ. ഓക്കെ, ഇത് രണ്ടും ഇവിടെ വന്നു. ഇനി സ്വാഭാവികമായിട്ട് ഈ എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ളിൽ കയറിയോണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് ഇവിടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ആ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാമാണ് ഞാൻ വരച്ച്. മീൻസ് ആരോ മാർക്ക്, എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡ്. അതാണ് മേലത്തെ ആരോ മാർക്ക്. ഇത് വെറും ഡയറക്ഷൻ മാത്രം കാണിക്കില്ല. എ വെക്ടർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡ്. ദ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. കണ്ടോ, അതിന് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഇത് വരെ ഉണ്ടാവും എന്തുണ്ടാക്കും, ഇവിടെ ഒരു ഇൻറ്റേർണൽ ഫീൽഡ് ഉണ്ടാക്കും, ഒരു ഇൻഡ്യൂസ്ഡ് ഫീൽഡ്. ഒബ്വിയസ്ലി വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ എക്സ്റ്റേണൽ ഫീൽഡ്. കാരണം ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ അത് ഇവിടുന്ന് റിപ്പിൾ ചെയ്ത് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് എന്തായിരിക്കും, ഈ ലെങ്ത് കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ഈ ലെങ്ത് കുറവ്. മനസ്സിലായോ? സോറി, ലെങ്ത് കുറവാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഞാൻ ഇവിടെ ലെങ്ത് കുറവാക്കി വരച്ചത് നിങ്ങൾ കണ്ടു. കാരണം പറയാൻ പോവാം. കാരണം നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. ഇതേ ഡയഗ്രം ആയിരുന്നല്ലോ നമ്മൾ പിന്നെ എവിടെ വരച്ചത്, കണ്ടക്ടറിൻ്റെ കേസിൽ വരച്ചത്. അവിടെ നമ്മൾ രണ്ടാക്കും എന്താ കൊടുത്ത്, ഈക്വൽ കൊടുത്തത്. ഇതാ നോക്കി ജസ്റ്റ്, ഇതാ ഇവിടെ എക്സ്റ്റേണൽ ഫീൽഡ് ഇതാ അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ട്, ഇൻറ്റേർണൽ ഫീൽഡ് ഉണ്ട്. ഇങ്ങോട്ട് രണ്ടാക്കും ഒരേ ലെങ്ത്ത് കൊടുത്ത് ഇങ്ങോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത്. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ചെയ്തത്. പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അത്ര ഞാൻ ഇൻറ്റേർണൽ വരച്ചിട്ടില്ല. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? ഒന്ന് ആലോചിച്ചേ. നിങ്ങൾ വീഡിയോ വേണമെന്ന് പോസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ചോ. ഞാൻ അതിൻ്റെ ആൻസർ പറയാൻ പോവാം. അപ്പോൾ എൻ്റെ ആൻസർ നേരെ കേൾക്കുന്നതിന് പകരം നിങ്ങളുടെ ഒരു ആൻസർ നിങ്ങൾ ഇതന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കൂ. നേരത്തെ അത് കണ്ടക്ടറായിരുന്നു. നല്ലോണം ശ്രദ്ധിക്കണം. നേരത്തെ അത് കണ്ടക്ടറായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ പറയാൻ പോവാം. ഇതൊരു കണ്ടക്ടർ ആയിരുന്നെങ്കിൽ ഏതൊക്കെ ചാർജിനെയാണോ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും രണ്ട് സൈഡിലേക്കും അക്യുമുലേറ്റ് ചെയ്യുമായിരുന്നു. കണ്ടക്ടറിൻ്റെ കേസിൽ രണ്ട് സൈഡിലേക്ക് ഒരു വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഏതൊക്കെ ചാർജിനെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്തത് അവർ നിന്നോടത്തുനിന്ന് തിരിഞ്ഞെടുത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടക്ടറിൻ്റെ കേസിൽ സൈഡിൽ അക്യുമുലേറ്റ് ചെയ്ത ചാർജസിൻ്റെ അത്ര ചാർജ് എവിടെ ഇല്ല, ഡൈലക്ട്രിക്കിൻ്റെ കേസിൽ സൈഡിൽ ഉണ്ടാവില്ല. കാരണം ഇൻഫ്ലുവൻസ് ചെയ്തവരെല്ലാവരും സൈഡിലേക്ക് എത്തിയിട്ടില്ല അല്ലേ. ഓരോക്കെ നിന്നോടത്തുനിന്ന് തിരിഞ്ഞു കൊടുക്കാണ്. കാരണം ഫ്രീ മോഷൻ ഇവിടെ പോസിബിൾ അല്ല. സിൻസ് ദിസ് ഈസ് നോട്ട് എ കണ്ടക്ടർ. കണ്ടക്ടർ ആയിരുന്നെങ്കിൽ ഫ്രീ മോഷൻ പോസിബിൾ ആണ്. ഇത് ഫ്രീ മോഷൻ ഇവിടെ പോസിബിൾ അല്ല. ഈസ് ഇറ്റ് ക്ലിയർ? അതുകൊണ്ട് ഒരിക്കലും ഡൈലക്ട്രിക്കിൻ്റെ കേസിൽ ഇൻറ്റേർണൽ ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിനെ നള്ളിഫൈ ചെയ്യാൻ മാത്രം സൈസ് ഉണ്ടാവില്ല. ഈ ഇൻ ഈസ് ആൾവേസ് ലെസ് ദാൻ ഈ ഒ ഇൻ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല, സീറോ ഇലക്ട്രിക് ഫീൽഡ് കിട്ടൂല. ദാറ്റ് മീൻസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡൈലക്ട്രിക് വെൻ പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് സീറോ. ഉള്ളിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച എന്താണ്, ഇൻറ്റേർണൽ ഫീൽഡ് കംപ്ലീറ്റ് എക്സ്റ്റേണൽ ഫീൽഡ് നള്ളിഫൈ ചെയ്യുന്നു. അതില്ല. പക്ഷേ ഇൻറ്റേർണൽ ഫീൽഡ് ആരെ കുറക്കും? എക്സ്റ്റേണൽ ഫീൽഡ് ഫുള്ള് ഉള്ളിൽ കയറി. ആ ഉള്ളിൽ കയറിയതിനെ ഇത്ര ചെറുതാക്കിയത് ആരാ? ഈ ഇൻറ്റേർണൽ ഫീൽഡാണ്. ആ ഫുൾ എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ളിലില്ല. അതിനെ പിന്നെ ക്യാൻസൽ ചെയ്ത് റെഡ്യൂസ് ചെയ്തത് ആരാണ്? ഇൻറ്റേർണൽ ഫീൽഡ്. നൗ ജസ്റ്റ് റീഡ് ദിസ് ഇൻ ജനറൽ. പിന്നെ ഒരു കാര്യം, ഡൈലക്ട്രിക് പോളാർ ഡൈലക്ട്രിക് ആവട്ടെ, ഡൈലക്ട്രിക് പോളാർ ആവട്ടെ നോൺ പോളാർ ആവട്ടെ, പോളാർ ഡൈലക്ട്രിക് ആയിക്കോട്ടെ നോൺ പോളാർ ഡൈലക്ട്രിക് ആയിക്കോട്ടെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ ഫോം ചെയ്യോ? ഇല്ല. ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല. ഒന്നുകൂടെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പോളാർ ഡൈലക്ട്രിക്കിൻ്റെ ഡൈപോൾ മൂവ്മെൻ്റ് എത്ര? 0. നോൺ പോളാർ ഡൈലക്ട്രിക്കിൻ്റെ ഡൈപോൾ മൂവ്മെൻ്റ് എത്ര? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0. ബട്ട്
ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടു അവിടെ ഡൈപോൾ ഫോം ചെയ്തു, അവരൊക്കെ ഒരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷനിൽ നിന്നു, അപ്പോൾ ഇവർക്ക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായി. അങ്ങനെ സ്വന്തമായി ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്തവർ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്തു. നൗ ദ ഡൈഇലക്ട്രിക് ഈസ് സെഡ് ടു ബി പോളറൈസ്ഡ്. അങ്ങനെ ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് പറയാം ആ ഡൈഇലക്ട്രിക് പോളറൈസ് ചെയ്യപ്പെട്ടു, പോളറൈസ്ഡ് ആണ്. ഓക്കെ, ഞാൻ പോളറൈസേഷൻ ഫുള്ള് പറഞ്ഞിട്ടില്ല കേട്ടോ, അതിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. അപ്പോൾ ഇൻ ജനറൽ ദസ് എ പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായോ? സ്വന്തമായിട്ട് ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്തവരാണ്, പക്ഷേ ഫീൽഡിൽ വെച്ചപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്തു. ഈസ് ഈക്വലൻ്റ് ടു ടു സർഫസസ് വിത്ത് ഓപ്പോസിറ്റ് ഇൻഡ്യൂസ്ഡ് ചാർജസ്. ഇതാണ് പറഞ്ഞത്. പോളറൈസ് ചെയ്യപ്പെട്ടാൽ സെൻറ്ററിലുള്ളവരൊക്കെ നള്ളിഫൈ ചെയ്താണ്ടോണം പോയി, അപ്പോൾ രണ്ട് സൈഡിലും പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വെച്ച പോലുള്ള ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നു. ഇനി ഫൈനൽ കൺക്ലൂഷൻ പറയാം. ദസ് ഫീൽഡ് ഇൻസൈഡ് ദ ഡൈഇലക്ട്രിക് ഈസ് നോട്ട് സീറോ. ഡൈഇലക്ട്രിക്കിനുള്ളിലെ ഫീൽഡ് എന്തല്ല, സീറോ അല്ല. പക്ഷേ എന്താണ്, സിൻസ് ദ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഡസ് നോട്ട് എക്സാക്ട്ലി ക്യാൻസൽ ദ എക്സ്റ്റേണൽ ഫീൽഡ്. കണ്ടക്ടറിനെ പോലെ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിനെ ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് ഉള്ളിലെ ഫീൽഡ് സീറോ അല്ല. ബട്ട് ഇൻഡ്യൂസ്ഡ് ഫീൽഡ് റെഡ്യൂസസ് ദ എക്സ്റ്റേണൽ ഫീൽഡ് വിത്തിൻ ദ ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ കുറച്ചത്, അതിനെ ചെറുതാക്കിയത് ആരാണ്? ഇയാളാണ്, ഇൻഡ്യൂസ്ഡ് ഫീൽഡ്. ഇൻഡ്യൂസ്ഡ് ഫീൽഡ് റെഡ്യൂസസ് എക്സ്റ്റേണൽ ഫീൽഡ് വിത്തിൻ ദ ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറച്ചത് ആരാണ്? ഫുൾ എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ളിലില്ല, അതിനെ റെഡ്യൂസ് ചെയ്തത് ആരാണ്? ഇൻറ്റേർണൽ ഫീൽഡ്. പക്ഷേ ഇൻറ്റേർണൽ ഫീൽഡിന് എന്ത് കഴിഞ്ഞില്ല? എക്സ്റ്റേണൽ ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് നള്ളിഫൈ ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു പോയിന്റ് കൂടെ ഇതിനെ കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ പറയാണ്, പോളറൈസേഷൻ എന്നുള്ള ടേമിനെ നമുക്കൊന്ന് പഠിക്കാണ്ട്. അതിന് മുമ്പ് ഈ ഒരു ടേം ജസ്റ്റ് നോക്കൂ, ലീനിയർ ഐസോട്രോപിക് ഡൈഇലക്ട്രിക് എന്ന്. Dielectrics in which induced dipole moment is in the direction of the field and is proportional to the field strength is called linear isotropic dielectric. ഒന്നുമില്ല, ഇത് വ്യക്തമല്ല. ഇങ്ങോട്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ എക്സ്റ്റേണൽ ഫീൽഡ് സ്ട്രോങ് ആണെന്ന് വിചാരിക്കാം. ഇത് ചെറിയ എക്സ്റ്റേണൽ ഫീൽഡാണ് നമ്മളിവിടെ കൊടുത്തതെന്ന് വിചാരിക്കും. ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാ മോളിക്യൂളും ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യോ? ഇല്ല, ചില മോളിക്യൂൾസ് മാത്രമേ ഓറിയൻറ്റേഷനിലുള്ളൂ. പക്ഷേ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ മോളിക്യൂൾസ് ഈ ഓറിയൻറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എല്ലാവരും കൂടുതൽ ആൾക്കാർ ഓറിയൻറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അത്രത്തോളം ഡൈപോൾ മൊമെൻ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് ഇങ്ങനെ കൂട്ടുന്നതനുസരിച്ചിട്ട് കൂടുതൽ, മനസ്സിലായോ, കൂടുതൽ ഡൈപോൾ മൊമെൻ്റ് മോളിക്യൂൾസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് കൂടും. അത്രേ ഉള്ളൂ. അത്തരം ഡൈഇലക്ട്രിക്സിനെ വിളിക്കുന്ന പേര് അതിന്. അപ്പോൾ അല്ലാത്ത ചില ടൈപ്പ് വേറെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞതിന് മീനിങ്. നോക്കൂ, ഡൈഇലക്ട്രിക്സ് ഇൻ വിച്ച് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ ഫീൽഡ് ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫീൽഡ് സ്ട്രെങ്ത്. ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഡൈപോൾ മൊമെൻ്റ് വരിക, എന്നിട്ട് അതിൻ്റെ ഫീൽഡ് കൂട്ടുന്നതനുസരിച്ച് ഡൈപോൾ മൊമെൻ്റ് കൂടുക. അതിനാണ് എന്ത് വിളിക്കുന്നത്? ലീനിയർ ഐസോട്രോപിക് ഡൈഇലക്ട്രിക്. ആ ടേം ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കൂ, പോളറൈസേഷൻ എന്നുള്ള വാക്ക് എൻ്റെ അടുത്ത് ശ്രദ്ധിക്കട്ടോ, നിങ്ങൾ അവിടെ നോക്കേണ്ടവർ ശ്രദ്ധിക്കും. പോളറൈസേഷൻ എന്നുള്ള വേർഡ് നമ്മൾ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഡൈഇലക്ട്രിക്കിന് സ്വന്തമായിട്ട് ഡൈപോൾ മൊമെൻ്റ് ഇല്ല, ഫീൽഡിൽ വെക്കുമ്പോൾ അവർ ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയും സ്വന്തമായിട്ട് ഇങ്ങനെ ഇല്ലാത്തൊരു ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡൈഇലക്ട്രിക് ഇസ് സെഡ് ടു ബി പോളറൈസ്ഡ്. ഡൈഇലക്ട്രിക് പോളറൈസ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. പക്ഷേ അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫിനോമിനനെ നമുക്ക് പോളറൈസേഷൻ എന്ന് പറയാം. എങ്ങനെ? സ്വന്തമായിട്ട് ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്ത ഡൈഇലക്ട്രിക്കുകൾ ആർക്കും ഇല്ല, പോളറായിട്ട് നോൺ പോളറായിട്ട് ഇല്ല, ഫീൽഡിൽ വെക്കുമ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? പോളറൈസേഷൻ എന്ന് വിളിക്കാം. മനസ്സിലായോ? എന്നാൽ അത് ആ ഫിനോമിനനെ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ പോളറൈസേഷൻ എന്നുള്ള വാക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൂടിയാണ്. എത്രത്തോളം പോളറൈസ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അളവ് കണക്കാക്കാനും നമ്മൾ പോളറൈസേഷൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുക. അതെങ്ങനെ മനസ്സിലാവുക? യൂണിറ്റ് വോളിയത്തിൽ കൂടുതൽ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് നല്ലോണം പോളറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോളറൈസേഷൻ എന്നുള്ളത് ആ ഫിനോമിനൻ ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ പോളറൈസേഷൻ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ പറ്റിയാണ് പറയുന്നത്. നോക്കൂ, in an external field a polar or a non-polar dielectric develops a net dipole moment. Ready?
ഇനി എത്രത്തോളം എല്ലാ ഡൈലക്ട്രിക്കിലും ഒരേ ഫീൽഡിൽ നിങ്ങൾ വ്യത്യസ്ത ഡൈലക്ട്രിക് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെയാണോ പിന്നെ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുക? അല്ല. ആരാണോ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് അയാൾക്ക് പോളറൈസേഷൻ കൂടുതലാണ്. അതെങ്ങനെ മനസ്സിലാവുക? ദ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് പോളറൈസേഷൻ. ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് പോളറൈസേഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പോളറൈസേഷൻ, അതാണ് പി എന്ന് പറഞ്ഞത് കേട്ടോ. പോളറൈസേഷൻ എന്നുള്ള വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ആ പോളറൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എക്സ്റ്റേണൽ ഫീൽഡ് കൂടുന്നതനുസരിച്ച് കൂടുതൽ പോളറൈസേഷൻ ഉണ്ടാവും, കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഇയാൾ. കണ്ടോ, ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ. ഒരു വര വരയ്ക്കുക. എന്താ വായിക്കാറിയോ? കൈ, KI എന്നുള്ള പ്രൊണൗൺസിയേഷൻ, കൈ. അപ്പോൾ അതെന്താ വായിക്കുക? കൈ ഇ. പറയാം, കൈ ഇ. അപ്പോൾ വെക്റ്റർ പി സിയിൽ കൈ ഇ. അപ്പോൾ കൈ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ ഡൈലക്ട്രിക് മീഡിയം. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി, മാഗ്നറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പറയും. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ ഡൈലക്ട്രിക് മീഡിയം. കൈ ഇ, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മീഡിയം. അപ്പം എന്താ സസെപ്റ്റിബിലിറ്റി? ഇത്ര മനസ്സിലാക്കുക. സസെപ്റ്റിബിലിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ ഈസ് EASE കേട്ടോ, എളുപ്പം എന്നുള്ളത്. ദ ഈസ് അറ്റ് വിച്ച് എ ഡൈലക്ട്രിക് ക്യാൻ ബി പോളറൈസ്ഡ്. എത്ര ഈസി ആയിട്ട് നമുക്ക് ആ ഡൈലക്ട്രിക്കിനെ പോളറൈസ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അളവാണ് എന്ത്? സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നമുക്ക് വരാണ്ട് ഇനി മാഗ്നറ്റിസം പഠിക്കുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ പ്രതീക്ഷയിലും കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ സെഷന്. അപ്പോൾ നിങ്ങൾ നമ്മൾ പഠിച്ച ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ നീട്ടുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ടോപ്പിക്കിൻ്റെ ടുവേഡ്സ് ദ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ലാസ്റ്റ് പാർട്ട് നമുക്ക് കപ്പാസിറ്റേഴ്സ് ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചില പ്രോബ്ലമൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.